സ്വാഗതം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എന്നിലേക്ക് കൂടുതൽ സ്നേഹം ആകർഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ റീഡിൽ ഞാൻ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ കറൻറ്റ് ലവ് എനർജി ലെവൽ എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ എനർജി ലെവൽ അനുസരിച്ചാണ് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ സ്നേഹം ആകർഷിക്കുന്നത്. അപ്പോൾ ഈ 3 കാർഡുകൾ കാണുന്നത് നമ്മുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ ചെയ്ത ചില തെറ്റുകൾ കൊണ്ടായിരിക്കാം പ്രസൻറ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നു. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൂടുതൽ സ്നേഹം ആകർഷിക്കാം എന്നുള്ളതിനൊരു ആത്മപരിശോധന നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. 2 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു വനിതേനെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ കയ്യിൽ 2 വാളുകളുണ്ട്. ആ വാളുകൾ അവർ ക്രോസായിട്ട് ചെസ്റ്റിനെ മറച്ചു പിടിച്ചിട്ടുണ്ട്. അതായത് ഈ വ്യക്തി, അതായത് പാസ്റ്റിൽ നമ്മൾ എന്താ പറയുക, ചില കാര്യങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ വൈകി പോയി എന്നാണ് ഈ കാർഡിൻ്റെ അർത്ഥം. ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ വൈകാരികമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ വേദനപ്പെടുത്തിയിട്ടുണ്ടാവാം. ആ വേദനപ്പെടുത്തിയതിൻ്റെ കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ബിഹേവ് ചെയ്ത്. ഈ വി എന്ന് പറഞ്ഞ് നമുക്ക് ഈ സോഡ് ഇരിക്കുമ്പോൾ അത് വിക്ടറി എന്ന് പറയുന്നതിൻ്റെ വി പോലെ നമുക്ക് തോന്നാം. അതായത് ഒരു പക്ഷേ നമ്മൾ കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന് പോയോ, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച ചില കാര്യങ്ങൾ ചെയ്തോ, ഇത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഈ കാർഡ് എപ്പോഴും നമ്മൾ ചെയ്ത പഴയ തെറ്റുകളെ ഓർക്കാനും അത് തിരുത്താനുമുള്ള അവസരമാണെന്ന് കരുതുന്നത്. ഇനി ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ്? 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. എന്താണ് നമ്മൾ ആ കാർഡിൽ കാണുന്നത്? ഒരു വിജയിച്ച് നിൽക്കുന്നൊരു വ്യക്തിയും പരാജയപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തികളുമാണ്. അപ്പോൾ ഈ കാർഡിൻ്റെ അർത്ഥം നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും അതിൽ വേദനിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടാവും, 2 ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്നും ചോര കുടിച്ച ഒരു കുറുക്കൻ്റെ കഥ. ഒരു പക്ഷേ നിങ്ങളെ 2 പേരെയും തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അതിനിടയിൽ മറ്റാരെങ്കിലും വിജയിച്ചോ, അല്ലെങ്കിൽ വേറൊരു എക്സ് പാർട്ടിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ, ഒരു പക്ഷേ നിങ്ങളുടെ അമ്മായിയമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിൽ കളിച്ചോ എന്നൊരു സംശയമാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 2 പേരും സെപ്പറേറ്റായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ സ്ട്രെയിനായി നിൽക്കുമ്പോൾ മറ്റാരെങ്കിലും അത് മുതലെടുക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും അതിൽ വിജയിക്കുന്നുണ്ടോ എന്ന ഒരു ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ പാർട്ട്ണറെ കുറ്റം പറഞ്ഞതുകൊണ്ടോ നമ്മളതിൽ സ്വയം പരിതപിച്ചതുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു ചിന്തകൾക്ക് ചെയ്യാൻ പറ്റിയാൽ എന്ത് പറ്റും എന്നുള്ളതാണ് അടുത്ത കാർഡ്. അത് നമുക്ക് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുന്നത് ഒരു മേജർ ആർക്കാന കാർഡാണ്. നമുക്കതിൽ എന്താണ് കാണുന്നത്? ഒരു ഏഞ്ചലിനെയാണ് കാണുന്നത്. സാധാരണ ടാരോ കാർഡുകളിൽ ഏഞ്ചൽസ് വരുന്ന 3 കാർഡുകളേ ഉള്ളൂ. അതിൽ ഫുള്ളായിട്ട് ഏഞ്ചൽ വരുന്ന കാർഡ് ഇതാണ്. ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. വെള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ഏഞ്ചലിനെയാണ് കാണുന്നത്. അവരുടെ കയ്യിൽ 2 കപ്പുകളുണ്ട്. ഒരു കപ്പിൽ നിന്ന് മറ്റേ കപ്പിലേക്ക് ഒരു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പുറകിൽ നമുക്ക് എന്താ പറയുക, സൂര്യൻ ഉദിക്കുന്നത് കാണാം. അതായത് ഈ കാർഡ് ഒരു പ്രതീക്ഷയുടെ കാർഡാണ്. അതായത് സമയമെടുത്താലും നമ്മുടെ ബന്ധം എന്താ പറയുക ശരിയാവും എന്ന് പറയുന്ന ഒരു കാർഡാണ്. കാര്യം വെച്ചാൽ ഏഞ്ചൽ എന്ന് പറയുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഇത് 4 എലമെൻസും ചേർന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ വേദന അനുഭവിക്കുന്നുണ്ട്, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു പക്ഷേ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് നൽകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇപ്പോഴത്തെ വേദനയിൽ നിങ്ങൾ വിഷമിക്കരുത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല. പ്രസൻറ്റിൽ നിങ്ങളൊരു ടെൻഡൻസി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഉള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് എത്രയും വേഗം മനസ്സൗഖ്യം നേരിട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ഡേ.